आज हम 8वीं कक्षा वसंत भाग 3 के पहला पाठ पढ़ेंगे। वो एक कविता है, इसका नाम है ധ്വനി. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ വസന്ത് 3ാം ഭാഗത്തിലെ ആദ്യത്തെ പാഠമായ ധ്വനി എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ധ്വനി കാ മത്ലബ് ക്യാ ഹെ? ധ്വനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആവാസ്. ആവാസ് മീൻസ് സൗണ്ട്, ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്നാണ് ധ്വനിയുടെ അർത്ഥം. इस कविता का रचयिता है सूर्यकांत त्रिपाठी निराला. इस कविता के रचयिता, ഈ കവിത രചിച്ചിരിക്കുന്നത് ആരാണ്? സൂര്യകാന്ത് त्रिपाठी निराला. इस कविता कवि किसके बारे में कह रहा है? ध्वनि के बारे में. इस कविता में कवि किसके बारे में कह रहा है? എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ധ്വനി के बारे में. ധ്വനിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ये ध्वनि कहाँ से आ रही है? ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? കവിക്ക് अंदर से आ रही है. കവിയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. और इस अंदर से आने वाली ध्वनि से प्रेरित होकर वह ये कविता लिख गई है. അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത്. നിരാലാജി एक ഛായാവാദി കവി ഹെ. ഒരു ഛായാവാദി കവിയാണ് നിരാല എന്ന് പറയുന്നത്. ഛായാവാദി കവിയോനെ പ്രകൃതി കാ ചിത്रण വിഭിന്ന തരീഖോം സേ ദിയാ ഹെ. അപ്പോൾ ഛായാവാദി കവികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പ്രകൃതിയെ ചിത്രീകരിക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞത് എന്താണ്? ജോ അർത്ഥ हमारे सामने कविता से दिखाई देता है, इसके पीछे ഗൂഢ അർത്ഥ छिपा होता है. അപ്പം നമ്മുടെ മുന്നിൽ ഒരു കവിതയിലൂടെ ഒരർത്ഥം കാണിക്കുമെങ്കിലും ഇതിനുള്ളിൽ വിശാലമായ ഒളിഞ്ഞിരിക്കുന്ന വലിയ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഈ ഛായാവാദി കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ബഹു ഹമേ സമജ്നേമേ കഠിൻ ഹോത്തി ഹെ. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഈ കവിത തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടതെന്ന് വെച്ചാൽ വസന്ത് ക്യാ ഹെ? വസന്തം എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ വസന്ത് ജോ ഹെ വഹിക്ക് ഋതു ഹെ. വസന്തം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഋതുവാണ്, സീസണാണ്. എന്താണ്? സ്പ്രിങ് സീസൺ എന്ന് പറയും. എന്താണ്? ഹിന്ദു കലണ്ടർ മേ ഭാരത് ദേശ് മേ 6 ഋതു ഹെ. അപ്പോൾ ഹിന്ദു കലണ്ടറിൽ ഭാരതത്തിൽ എത്ര സീസണുകളുണ്ട്? 6 സീസണുകളുണ്ട്. ഉസ്മേ ഏക് ഹെ വസന്ത്. അപ്പോൾ അതിലൊന്നാണ് വസന്ത് എന്ന് പറയുന്നത്. വഹ് ഋതു മേ സബ്സെ അച്ഛാ ഹെ. അപ്പോൾ അത് ഋതുക്കളിൽ ഏറ്റവും നല്ല ഋതുവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? വസന്തത്തെ, അതുപോലെ തന്നെ വസന്ത് ഋതുമേം പ്രകൃതി ബഹുത് സുന്ദർ ദിഖായി രഹാ ഹെ. पेड़ों में नई पत्ते आती है, नए नए कलियाँ आती है और सुंदर फूलों भी आ रही है. അപ്പോൾ ഈ വസന്തത്തിലാണ് എന്താണ്? പ്രകൃതി വളരെ സുന്ദരമായി കാണുന്നത്. വൃക്ഷങ്ങളിൽ നല്ല പുതിയ ഇലകൾ വരും, പുതിയ മുട്ടുകൾ വരും, പുതിയ പൂക്കളുണ്ടാകും. ഓർ ഇസ് ഋതുക്കോ ഋതുവും കാ രാജാ കഹതാ ഹെ. ഇതുകൊണ്ട് ഈ വസന്തത്തെ എന്ത് വിളിക്കുന്നു? ഋതുക്കളുടെ രാജാവെന്നും വിളിക്കുന്നു. അപ്പം യഹാ കവിനെ വസന്തു ഋതു കെ ഉദ്ധാരൺ ദേത്തെ ഹുയേ കഹ രഹാ ഹെ. ഇവിടെ കവി വസന്ത ഋതുവിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്, കവിക്ക് ജീവൻ മേ ഏക നയാ വസന്ത് ആ രഹാ ഹെ. കവിയുടെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തം വരികയാണ്. വഹ് ക്യോം ഇസ് തരഹ കഹ രഹാ ഹെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ക്യോങ്കി ഉസ്കെ ജീവൻ മേം ബാർ ബാർ തക്ലീഫ് ആത്തി ഹെ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുൻപ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രയാസങ്ങളെയൊക്കെ നേരിട്ടിട്ട് ഒരു പുതിയ വസന്തം അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ कविता के माध्यम से कवि अपनी युवा पीढ़ी को प्रोत्साहित करने की कोशिश कर रही है. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുതിയ തലമുറയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ മേ കിത്തനി പരേശാനിയായ ഹാർഡ്ഷിപ്പ് ആജായ. ജീവിതത്തിൽ എത്ര ദുഃഖങ്ങളും അല്ലെങ്കിൽ വിഷമതകളൊക്കെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക? ഹമേ സോച്ന നഹീ ചാഹിയെ കി ജീവൻ ഖതം ഹോ ജായ്. നമ്മളിങ്ങനെ ചിന്തിക്കാനേ പാടില്ല, എന്താണ്? ജീവിതം ഇപ്പോൾ അവസാനിക്കുമെന്ന്. ഹമേ സിർഫ് ഇത്നാ സോച്ന ചാഹിയെ
കാം കർണ ഹെ, അച്ചി ലക്ഷ്യം കോ പ്രാപ്ത് കർണ. നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക, നമുക്ക് ഒരുപാട് ജോലി ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളെ നമുക്ക് നേടാനുണ്ട്. ഹം അപ്നി ലക്ഷ്യ പൂരേ കർണേ തക് അപ്നി ജീവൻ കോ ഖതം നഹീം കർണ ചാഹിയെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി കവിതയിലേക്ക് കിടക്കാം. അഭീന ഹോഗ മേര അന്ത്, അഭി ഹി തോ ആയാ ഹെ മേരെ വൻ മേ മൃദുൽ വസന്ത്. അഭീന ഹോഗ മേര അന്ത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, അഭീന ഹോഗ മേര അന്ത്, മേരെ ജീവൻ കാ അന്ത് ഇത്ന ജൽദി നഹി ഹോ സക്ത. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. അഭി തോ ആയാ ഹേ മേരെ വൻ മേ മൃദുൽ വസന്ത് എന്തുകൊണ്ടാണ്? ക്യോങ്കി അഭി തോ മേരെ ജീവൻ മേ വസന്ത് ഹി ആയാ ഹേ, യാനി ഹമാരെ ജീവൻ മേ അഭി ശുരു ഹുവാ ഹെ. ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വസന്തം വന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആരംഭിച്ചത്, കവി ജീവിതം ആരംഭിച്ചത് ഇപ്പോഴാണ്. വസന്ത് ആനെ കൈസേ പരിവർത്തൻ ഹോ രഹാ ഹെ. വസന്തം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആണ്? ഒരു വസന്തം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ഉസി പ്രകാർ ഹമാരെ ജീവൻ മേ ഫി നയേ ശുരുവാത് ആ രഹി ഹെ. കവി കഹ രഹാ ഹെ ഉസി പ്രകാർ ഹമാരെ ജീവൻ മേ ഫി നയേ ശുരുവാത് ആ രഹി ഹെ. ഒരു വസന്തം വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇസ്ലിയെ ഹമാരി ജീവൻ കാ അന്ത് നഹി ഹോ സക. ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം ഇപ്പോഴെങ്ങും ഉണ്ടാവില്ലെന്നാണ് കവി പറയുന്നത്. അപ്പോൾ മൃദുൽ മീൻസ് എന്താണ്? സുഖദ് അല്ലെങ്കിൽ കോമൾ എന്നാണ് മൃദുലിൻ്റെ അർത്ഥം. അപ്പോൾ കവിയുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ അല്ലെങ്കിൽ വസന്തം വന്നത് ഇപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് കവിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോഴെങ്ങും ജീവിതം അവസാനിപ്പിക്കാൻ കവി തയ്യാറല്ല. ഹരേ ഹരേ പാദ് ഡാലിയാം കലിയാം കോമൾ ഗാത് മേഹി അപ്നാ സ്വപ്ന മൃദുൽക്കർ फेरूंगा निद्रित कलियोंबर जगा एक प्रत्यूष मनोहर. यहाँ कवि ने अपने शरीर की तुलना किससे किया है? പ്രകൃതിക്ക് അവയവോങ്കെ സാക്കിയ ഹെ. ഇവിടെ കവി തൻ്റെ ശരീരത്തിനെ എന്തിനോടൊക്കെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? പ്രകൃതിയുടെ അവയവം മീൻസ് എലമെൻസ്. പ്രകൃതിയിലുള്ള എലമെൻസുമായിട്ടാണ് തൻ്റെ ശരീരത്തെ കവി താരതമ്യം ചെയ്തിരിക്കുന്നത്. ക്യാ ഹെ പ്രകൃതിക്ക് അവയവവും? എന്തൊക്കെയാണ് പ്രകൃതിയിലെ എലമെൻസ് എന്ന് പറയുന്നത്? ഹരേ ഹരേ പത്തേ ഡാലിയാം കലിയാം ആദി. ഈ പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, അതുപോലെ ഡാലിയ ബ്രാഞ്ചസ്, അതുപോലെ കലിയ മൊട്ടുകൾ, ഇതൊക്കെയാണ് ബഡ്സ്, ഇതൊക്കെയാണ് പ്രകൃതിയുടെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കവിനെ കഹരഹാ ഹെ മേരെ ജീവൻ പ്രകൃതിക്ക് ഇൻ അവയവോങ്കെ സമാൻ ഹേ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ എലമെൻസ് പോലെ തന്നെയാണ്. കവി ഏ ജീവൻ ഹേ ഉസ്കോ വികസിത് മേ കൈസേ കരൂങ്ക. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, അതെങ്ങനെയാണ് ഞാൻ വികസിപ്പിക്കുക, അതിനെ എങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്യും? അതിനുവേണ്ടി കവി പറയുന്നത് എന്താണ്? മേഹി അപ്നാ സ്വപ്ന മൃദുൽക്കർ फेरूंगा निद्रित कलियों पर जगा एक प्रत्यूष मनोहर. अपने स्वप्नों के मीठे हाथों को फेर करते मैं अपने जीवन को विकसित करूंगा और अपने नए जीवन एक नया प्रत्युष यानी नया സവേര ലാവുങ്ക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ്? ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കൊണ്ടും കരു മീൻസ് എന്താ? ഹാത്ത്. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളാകുന്ന കൈകൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യും? ഒരു പുതിയ ജീവിതത്തിലൊരു പുതിയ പ്രത്യൂഷ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാതം. ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരും എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിനൊരു പുതിയ ഉണർവ് ഉണ്ടാക്കും. അഥവാ अपने सपनों को सहारा लेकर मैं जीवन में आगे बढ़ूंगा. ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ സഹായത്താൽ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഓർ अपने जीवन के एक नए सवेरा लाऊंगा. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതത്തെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ
നിദ്രിത് കലിയോം എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങി ഇരിക്കുന്ന മൊട്ടുകൾ. അവിടെ ഇത് പുതിയ തലമുറയും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ തലമുറ നിദ്രയിൽ ലീനരായി ഇരിക്കുകയാണെങ്കിൽ അവരിലും ഞാൻ എന്ത് ചെയ്യും? ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അങ്ങനെ അവരിലും ഒരു പുതിയ പ്രഭാതത്തെ, ഒരു പുതിയ ഉണർവിനെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പുഷ്പ് പുഷ്പ് സേ തദ്രാലസ ലാലസ खींच लूंगा मैं अपने നവജീവൻ കാ അമൃത് സഹർഷ സീഞ്ച് ദൂങ്കാ मैं. എന്താണ് ഇവിടെ? അപ്നി ജീവൻ കെ വികാസ് കർണേ കെ ബാദ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയതിനു ശേഷം വഹ് ക്യാ കർ രഹേ ഹേ, എന്ത് ചെയ്യും അദ്ദേഹം? ഉസ്കേ തരഹ് ചാരോ തരഹ് ബഹുത് യുവാ ഹേ. അപ്പോൾ ഒരുപാട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് യുവജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ എന്താ? പുഷ്പം എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയാണ്. തദ്രാലസ ലാലസ ഖീഞ്ചിലുങ്ക. തദ്രാലസ മീൻസ് എന്താണ്? തദ്രാലസ ലാലസ എന്ന് വെച്ചാൽ ആലസ്യം, തദ്ര എന്ന് വെച്ചാൽ ആലസ്യം. അതുപോലെ തന്നെ നീന്ത് ഉറക്കം. അപ്പോൾ ആലസ്യവും ഉറക്കം കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഒരു ആലസ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. ചാരോ തരഹ് ബഹുത്ത് യുവാ ഹെ ഉസ്കെ ഉൻകെ തരഹ് ഉൻകെ ജീവൻ മേ ജോ തദ്ര ഹെ ആലസ്യ ഹെ യാ നീന്ത് ഹെ ഉസ്കോ മേം ഖീഞ്ച് ലൂങ്ക. ആ യുവജനങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ആലസ്യങ്ങളുണ്ടോ, ഉറക്കങ്ങളുണ്ടോ, അവയെല്ലാം, അല്ലെങ്കിൽ എന്തും ചെയ്യാനായിട്ടുള്ള മടി അവരിലുണ്ടോ, അതെല്ലാം ഞാൻ എന്ത് ചെയ്യും? മീൻസ് ഖീഞ്ചിലൂങ്ക, ഞാനിങ്ങനെ വലിച്ചെടുക്കും. എന്ത് ചെയ്യും? അപ്പനെ എന്നിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ ഈ ഹടാദൂങ്ക, ഞാൻ അതിനെയെല്ലാം അങ്ങ് ഇല്ലാതാക്കും. കേസെ ഹടാദൂങ്ക, എങ്ങനെയാണ് അത് മാറ്റാൻ പോകുന്നത്? अपने नवजीवन का अमृत सहर्ष सींच दूंगा मैं. അപ്ന നവജീവൻ കാ അമൃത്. അപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വസന്തം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അമൃതം സഹർഷം എന്ന് വെച്ചാൽ എന്താ? വളരെ സന്തോഷത്തോടുകൂടി സീഞ്ച് ദൂങ്ക, ഞാനിങ്ങനെ നനയ്ക്കുക. അപ്പോൾ സീഞ്ചിനാന്ന് വെച്ചാൽ നനയ്ക്കുക എന്നാണ്. അപ്പോൾ എന്താ പറയുന്നത്? വഹ് അപ്നി കവിതാവും കെ മാധ്യം സെ. നവജീവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കവിത എഴുതുവാൻ ആരംഭിച്ചു, അല്ലെങ്കിൽ കവിജീവൻ ഇപ്പോഴാണ് ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമൃതമാകുന്ന ആ കവിത കൊണ്ട്, കവിതാക്കെ മാധ്യം സെ യുവ പീഠി കെ ജീവൻ മേം, യുവതലമുറയുടെ ജീവിതത്തിൽ എക്ക് നയേ സവേരേക്ക സഞ്ചാർ കരുങ്ക, ഒരു പുതിയ പ്രഭാതത്തിനെ ഉണ്ടാക്കും, ഒരു ഉണർവുണ്ടാക്കും അവരിൽ. എന്നിട്ട് എന്താണ്? ഉസ്നെ ലിഖാ ജോ കവിത ഹെ ഉസ്കെ വജഹ സെ ഉസ്കെ ജീവൻ മേ ഏക് നയി ചേതന ആയിതി. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പുതിയൊരു ചേതന ഉണ്ടായത്? ഈ കവിതകൾ എഴുതിയതിലൂടെയാണ്. അതെങ്ങനെയുള്ളതാണ്? വഹ അമൃതരൂപി ഹേ. അമൃതരൂപി മീൻസ് തേൻ പോലെയുള്ളതാണ്. ഉസ് അമൃതരൂപി ജൽസെ, ആ അമൃതമാകുന്ന ജലം കൊണ്ട് ഉസ് നവപീഠിക്കോ, അപ്പോൾ ആ പുതിയ തലമുറയെ എന്താണ്? സീഞ്ച് ദൂങ്ക, അവരുടെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഈ സീഞ്ച് ദൂങ്ക, അവരുടെ ജീവിതത്തെ എന്ത് ചെയ്യും? അവരുടെ ആലസ്യങ്ങളെല്ലാം ഇല്ലാതാക്കി അവരെ എന്ത് ചെയ്യും? പുതിയൊരു ജീവിതത്തിലേക്ക് ഉണർത്തിക്കൊണ്ടുവരും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ദ്വാർ ദിഖാ ദൂങ്ക ഫിർ ഉൻകോ ഹേ മേരേ വേ ജഹാം അനന്ത് അഭീന ഹോഗ മേരാ അന്ത്. ദ്വാർ ദിഖാ ദൂങ്ക, ദ്വാർ മീൻസ് വാതിൽ, അപ്പോൾ ഒരു പ്രവേശന കവാടമാണ്. അപ്പോൾ ഫിർ വഹ് കഹ രഹി ഹൈ കി ജിസ് ഉസ് പീढ़ी का विकास होगा उसके आलस्य नींद सब दूर भाग जाएगा अथवा वह अपनी लक्ष्य को पाने के लिए तत्पर हो जाएगा. അപ്പോൾ എന്താണ്? ഇപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കവിതയിലൂടെ അദ്ദേഹം പുതിയ തലമുറയെ ഉണർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണ് വീണ്ടും പറയുന്നത്? അങ്ങനെ യുവതലമുറയ്ക്ക് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അങ്ങനെ അവരവരുടെ ആലസ്യത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നുമൊക്കെ ഉണരും. അപ്പോൾ ഇങ്ങനെ ഇസ് തരഹ് മേ ഉസ്കാ ലക്ഷ്യ
അല്ലെങ്കിൽ മാർഗ് ദിഖാവുക, ലക്ഷിക്ക മാർഗ് ദിഖാവുക. ഈ പ്രകാരം ഞാൻ അവർക്ക് എന്തായാലും അവരുടെ ലക്ഷ്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക. അതാണ് ദ്വാർ ദിഖാദൂങ്ക എന്ന് പറയുന്നത്. ഞാൻ ഇപ്രകാരം എൻ്റെ കവിതയിലൂടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ലക്ഷ്യത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കും. ഉസ്കെ അന്തർ മേം നയേ ജോഷ് ജഗാവൂങ്ക, അവരുടെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, പുതിയൊരു ഉണർവ് ഉണ്ടാക്കും. ചേതനാ ജഗാവൂങ്ക, ഒരു എന്താണ് ചൈതന്യം ഉണ്ടാക്കും, ഒരു ഊർജ്ജസ്വലത ഉണ്ടാക്കും. ഊർജാധികാതുങ്ക, അപ്പോൾ അവർക്കുള്ള ഉള്ളിൽ ഒരു എനർജിയും ഒക്കെ ഉണ്ടാക്കും ഞാൻ എന്ന് കവി പറയുകയാണ്. ഹേ മേരെ വേ ജഹാം അനന്ത്, അപ്പോൾ അഭീന ഹോഗ മേരാ അന്ത്. അപ്പോൾ ഇസ് ജോഷ് കെ ദ്വാരാ ഹി വഹ് ക്യോ കരേഗി അപ്നെ അനന്ത് ലക്ഷ്യ കോ പ്രാപ്ത് കരേഗി. അപ്പോൾ ഈ ഒരുപാട് നമുക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ, അനന്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കാനും അത് നേടാനും കഴിയുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, കവി പറയുന്നത് എന്താണ്, മേംഫി അപ്പന അനന്ത് ലക്ഷിക്കോ മേരെ വഹാം വേ ജഹാം അനന്ത്. അപ്പോൾ എന്താ പറയുന്നത്, നേംഫി അവന അനന്ത് ലക്ഷ്യക്കോ പ്രാപ്ത് കർണേക്ക രാസ്ത പാലൂങ്ക. ഞാൻ എൻ്റെ എനിക്ക് കവിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കും. ഓർ ഉനേം ഫി ദിഖാവൂങ്ക, അതോടൊപ്പം ഞാൻ ആർക്കും നൽകും, യുവതലമുറയ്ക്കും നൽകും. അപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതും ഞാൻ നേടും. അതുപോലെ തന്നെ മറ്റുള്ള യുവതലമുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ലക്ഷ്യത്തിൻ്റെ മാർഗം കാട്ടിക്കൊടുക്കും. ഇസ്ലിയേ, ഇതുകൊണ്ട് അഭീന ഹോഗ മേരാ അന്ത്, ഇസ്ലിയേ മേ അപ്നെ ലക്ഷ്യ ജബ് തക് നഹീ പ്രാപ്ത് കരൂങ്ക, യുവ പീढ़ी अपने ലക്ഷ്യ തക് നഹീം പഹുഞ്ചേഗ തബ് തക് മേരാ ജീവൻ കാ അന്ത് നഹീ ഹോഗ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതുകൊണ്ട് യുവതലമുറ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല, അതുപോലെ ഞാനും എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പോൾ വരെ എന്ത് നഹീ ഹോഗ മേരാ അന്ത്, എൻ്റെ ജീവിതത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴെങ്ങും മരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിലൂടെ എന്താ പറയുന്നത്, ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവരോട് കവി തൻ്റെ ജീവിതത്തിലൂടെ ഉണർവേകുന്നതാണ് ഈ കവിത. അപ്പോൾ സ്വയം കവിതകളിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക്, യുവതലമുറയ്ക്കൊരു പ്രചോദനം കാണിക്കുന്നതാണ് ഈ കവിതയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇത് കേൾക്കുക, മനസ്സിലായെന്ന് കരുതുന്നു. വായിച്ച് വീണ്ടും വീണ്ടും പഠിക്കുക. നന്ദി.